നമസ്കാരം. അപ്പോൾ നമ്മുടെ തിരുവനന്തപുരം ജില്ലയ്ക്കകത്ത് കേശവാസുരത്തിന് സമീപമായിട്ട് നമുക്ക് നല്ല അടിപൊളിയായിട്ടുള്ളൊരു വീട് നമുക്ക് സെയിലിനായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കേശവാസുരം ഉള്ളൂർ പോകുന്ന റോഡിൽ നിന്ന് ഒരു 350 മീറ്റർ മാത്രം മാറി വരുന്ന ഒരു അടിപൊളി വീടാണ് ഈ കാണുന്നത്. അപ്പോൾ സെൻട്രൽ സിറ്റിയിൽ നല്ല ഹൃദയഭാഗത്തൊക്കെ നമുക്ക് വീട് നോക്കുന്ന എല്ലാവർക്കും നല്ലൊരു ബെറ്റർ ഓപ്ഷനായിട്ടാണ് ഈ ഒരു മനോഹരമായൊരു വീട് വരുന്നത്. നമുക്ക് തൊട്ടടുത്തായിട്ട് ഇതിൻ്റെ കുറച്ച് ഇത് പറയുവാണ്. പാരഗൺ റെസ്റ്റോറൻറ്റൊക്കെ നമുക്ക് ഇതിൻ്റെ തൊട്ടടുത്തായിട്ട് വരുന്ന സ്ഥലമാണ്. പാരഗൺ റെസ്റ്റോറൻറ്റിൻ്റെ അവിടെ നിന്ന് നമുക്ക് വെറും ഒരു 500 മീറ്റർ മാത്രമേ നമുക്ക് വരുന്നുള്ളൂ. അതുകൂടാതെ തന്നെ മെഡിക്കൽ കോളേജ് നമുക്ക് നോക്കുവാണെങ്കിൽ 1.5 കിലോമീറ്റർ മാത്രമേ നമുക്ക് വരുന്നുള്ളൂ. അപ്പോൾ അങ്ങനത്തെ നമുക്ക് പ്രൈം ലൊക്കേഷനിലായിട്ട് വരുന്ന ഒരു മനോഹരമായൊരു വീടാണ് നമുക്ക് ഈ ഒരു വീട് സെയിലിനായിട്ട് നമുക്ക് വന്നിട്ടുള്ളത്. റെഡി ടു മൂവ് ഓൺ ആണ് നമുക്ക് വരുന്നത്. 3.5 സെൻറ്റ് സ്ഥലത്ത് 1650 സ്ക്വയർ ഫീറ്റിൽ 3 ബെഡ്റൂം ഉൾപ്പെടെ ഫ്ലോർ പ്ലാൻ ഡിസൈൻ ചെയ്തിരിക്കുന്ന നല്ല അടിപൊളിയായിട്ടുള്ളൊരു വീട് നമുക്ക് ഫുൾ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് കാണാം. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ മാക്സിമം ഫുള്ളായിട്ട് കാണാനായിട്ട് ശ്രമിക്കുക. കംപ്ലീറ്റ് ആയിട്ട് നല്ല റെസിഡൻഷ്യൽ ഏരിയയിൽ നല്ല മനോഹരമായി ഒരു ഏരിയക്കകത്താണ് നമുക്ക് ഈ ഒരു വീട് നമുക്ക് വരുന്നത്. നമുക്ക് ഫ്രണ്ടേജ് നമുക്ക് നോക്കുമ്പോഴത്തേക്ക് ടാറിട്ട ഒരു ഫ്രണ്ടേജ് നമുക്കിവിടെ കാണാൻ പറ്റും. ലോറി സൈറ്റ് തന്നെയാണ് നമുക്ക് വരുന്നത്. അപ്പോൾ നമ്മൾ ഈ ഒരു വീടിന് നല്ല ഒരു അടിപൊളിയായിട്ടുള്ള എലിവേഷൻ നമുക്ക് കൊടുത്തിട്ടുണ്ട്. വാസ്തുപ്രകാരം തന്നെയാണ് വീടെല്ലാം കംപ്ലീറ്റ് ആക്കി ഇട്ടിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു പ്രൈം ലൊക്കേഷൻ നമുക്കൊരു വീടൊക്കെ നമുക്ക് മനോഹരമായിട്ട് വാങ്ങിക്കാനുള്ള ഒരു ബെറ്റർ ഓപ്ഷനാണ്. അപ്പം നമുക്കൊരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ളൊരു വീട് തന്നെയാണ് നമുക്ക് ഈ ഒരു വീട് വരുന്നത്. നമുക്ക് ഏകദേശം നമുക്ക് ഈ ഒരു പ്രൈം ലൊക്കേഷനിൽ വരുന്ന വസ്തുവിൻ്റെ വിലയൊക്കെ നമുക്ക് നോക്കുവാണെങ്കിൽ ഈ ഒരു വീട് നമുക്ക് അഫോർഡബിളായിട്ട് നമ്മൾ പ്രൈം ലൊക്കേഷനിൽ വരുന്ന ഈ ഒരു വീട് നമുക്ക് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ളൊരു വീട് തന്നെയാണ്. അപ്പോൾ വീഡിയോ ലാസ്റ്റ് നമ്മളിതിൻ്റെ റേറ്റിംഗ് കാര്യങ്ങളൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ വീഡിയോ മാക്സിമം സ്കിപ്പ് ചെയ്യാതെ തന്നെ നമുക്ക് ജസ്റ്റ് കാണാൻ ശ്രമിക്കുക. അപ്പോൾ ഈ കാണുന്നതാണ് വീടിൻ്റെ സിറ്റ് ഔട്ട് എന്ന് പറയുമ്പോഴത്തേക്കും അടിപൊളിയായിട്ടുള്ളൊരു സിറ്റ് ഔട്ട് നമുക്ക് റെക്റ്റാങ്കിൾ ഷേപ്പിലുള്ള ഒരു സിറ്റ് ഔട്ട് നമുക്ക് വന്നിട്ടുണ്ട്. 2 സ്റ്റെപ്പും കാര്യങ്ങളൊക്കെ കൊടുത്തുകൊണ്ട് കംപ്ലീറ്റ് ആക്കി തീർത്തിട്ടുള്ള ഒരു സിറ്റ് ഔട്ടാണ്. 12x8 ഡയമെൻഷൻ വരുന്ന ഒരു സിറ്റ് ഔട്ടാണ് നമുക്ക് ഈ വരുന്നത്. ഒരു ഹാൻഡിൽസൊക്കെ സൈഡിൽ നമുക്ക് കൊടുത്തിട്ടുണ്ട്. വീടിൻ്റെ മെയിൻ വാട്ടർ സോഴ്സ് നമുക്ക് പൈപ്പ് കണക്ഷനാണ് നമുക്ക് വന്നിട്ടുള്ളത്. ഒരു ഫാൻസി ലൈറ്റും കാര്യങ്ങളും കൊടുത്തുകൊണ്ട് കംപ്ലീറ്റ് ആയി തീർത്തിട്ടുള്ള ഒരു സിറ്റ് ഔട്ടാണ് ഇവിടെ കാണപ്പെടുന്നത്. ഈ കാണുന്നതാണ് വീടിൻ്റെ മെയിൻ ഡോർ എന്ന് പറയുമ്പോൾ ഈ മെയിൻ ഡോർ നമുക്ക് പ്ലാവിൻ്റെ അടിയിലാണ് കംപ്ലീറ്റ് ആയിട്ട് പണി ചെയ്ത് തീർത്തിട്ടുള്ളത്. ഇപ്പോൾ എലഗൻ്റ് ആൻഡ് സിമ്പിളായിട്ടുള്ള ഒരു ഡിസൈനും കാര്യങ്ങളും കൊടുത്ത് കംപ്ലീറ്റ് ആയി തീർത്തിട്ടുള്ള മനോഹരമായൊരു പ്ലാവിൻ്റെ തടിയിൽ തീർത്ത ഒരു വീടാണ് ഈ കാണുന്നത്. ഇനി നമുക്ക് വീടിൻ്റെ ഇൻറ്റീരിയർ ഭാഗത്തോട്ട് പോവാം. അപ്പോൾ നേരെ നമ്മൾ സിറ്റ് ഔട്ടിൽ നിന്ന് ഉള്ളിലേക്ക് പ്രവേശിക്കുമ്പോൾ നല്ല ഈ ഒരു ഡിസൈനിലുള്ള ഒരു ലിവിങ് ഏരിയയാണ് നമുക്ക് ഇവിടെ കിട്ടുന്നത്. ക്വാളിറ്റി ടൈൽസും കാര്യം തന്നെ ഫ്ലോറിനായിട്ട് നമുക്ക് ചെയ്തിട്ടുണ്ട്. നമുക്കിപ്പോൾ ഈ ഒരു ഭാഗത്ത് നോക്കുമ്പോഴത്തേക്കും ലിവിങ് ഏരിയ പ്ലസ് ഡൈനിങ് ഏരിയ എന്നുള്ളൊരു കോൺസെപ്റ്റാണ് നമുക്കിവിടെ ചെയ്തേക്കുന്നത്. 14x10 നമുക്ക് ഈ ഒരു ലിവിങ് ഏരിയ ഡയമെൻഷൻ എന്ന് പറയുമ്പോഴത്തേക്കും. അപ്പോൾ ഇനി നമുക്ക് നേരെ വീടിൻ്റെ ഡൈനിങ് ഏരിയയുടെ ഭാഗത്തോട്ട് പോവാം. ഈ കാണുന്നതാണ് വീടിൻ്റെ ഡൈനിങ് ഏരിയയുടെ ഭാഗം എന്ന് പറയുമ്പോഴത്തേക്കും 12x10 ഡയമെൻഷനാണ് നമ്മുടെ ഈ ഒരു ഡൈനിങ് ഏരിയയുടെ ഭാഗത്ത് നമുക്ക് വരുന്നത്. ഇങ്ങനെ ലെങ്തി ആയിട്ട് വരുന്ന ഒരു ഏരിയയാണ് നമുക്ക് ഡൈനിങ് ഏരിയ ആയിട്ട് നമുക്ക് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഡൈനിങ് ഏരിയയ്ക്ക് വേണ്ടിയിട്ടുള്ള ഒരു വാഷ് കൗണ്ടർ ഏരിയ ഇവിടെ വരുന്നുണ്ട്. നല്ല ക്വാളിറ്റി ഫിറ്റിങ്സും കാര്യങ്ങളും യൂസ് ചെയ്ത് നമുക്കിവിടെ വെച്ചിട്ടുള്ള ഒരു വാഷ് കൗണ്ടർ ഏരിയയാണ് നമുക്ക് വരുന്നത്. പിന്നെ നമുക്ക് നേരെ വീടിൻ്റെ കിച്ചണിൻ്റെ ഭാഗത്തോട്ട് പോവാം. ഇത് നമുക്ക് നമുക്ക് 3 ഫേസ് ഇലക്ട്രിസിറ്റിയാണ് നമുക്ക് വരുന്നത്. ഈ കാണുന്ന പോലെ തന്നെയാണ് നമുക്ക് DBയും കാര്യങ്ങളൊക്കെ ഈ ഒരു ഭാഗത്ത് വരുന്നുണ്ട്. നമുക്ക് 3 ഫേസ് ഇലക്ട്രിസിറ്റിയാണ് നമുക്ക് ചെയ്തിട്ടുള്ളത് ഈ വീട്ടിൽ. കിച്ചണിൻ്റെ ഭാഗത്തോട്ട് പോയി ഇതാണ് നമ്മുടെ കിച്ചൺ എന്ന് പറയുമ്പോഴത്തേക്കും അത്യാവശ്യം നല്ല അടിപൊളിയായിട്ടുള്ളൊരു കിച്ചൺ നമുക്ക് ഈ ഒരു വീടിന് ചെയ്തിട്ടുണ്ട്. സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു കിച്ചൺ തന്നെയാണ്. മുകളിലും താഴെയുമായിട്ട് ക്യാബിനറ്റ്സും കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തി കംപ്ലീറ്റ് ആയി തീർത്തിട്ടുള്ള അടിപൊളിയായിട്ടുള്ള കിച്ചൺ. 12x12 ഡയമെൻഷൻ തന്നെയാണ് കിച്ചണിന് വരുന്നത്. ഫ്ലോറിംഗ് എല്ലാം തന്നെ മാറ്റ് ഫിനിഷ് വരുന്ന വുഡൻ പാറ്റേൺ ടൈൽസും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്തിട്ടാണ് കംപ്ലീറ്റ് ആക്കി തീർത്തിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു വീടിൻ്റെ ഗ്രൗണ്ട് ഫ്ലോറിൽ നമുക്ക് 1 ബെഡ്റൂമും ഫസ്റ്റ് ഫ്ലോറിൽ നമുക്ക് 2 ബെഡ്റൂമായിട്ട് ടോട്ടലി നമുക്ക് 3 ബെഡ്റൂമാണ് നമുക്ക് ഇവിടെ വന്നിട്ടുള്ളത്. അപ്പോൾ ഈ കാണുന്നതാണ് ഗ്രൗണ്ട് ഫ്ലോറിലത്തെ ഫസ്റ്റ് ബെഡ്റൂം എന്ന് പറയുമ്പോഴത്തേക്ക് 12x12 ഡയമെൻഷൻ വരുന്ന വിശാലമേറിയ ഒരു ബെഡ്റൂം സൈസ് നമുക്കിവിടെ വരുന്നുണ്ട്. ഫ്ലോറിങ്ങിലെല്ലാം തന്നെ നമുക്ക് അടിപൊളിയായിട്ടുള്ള ടൈൽസ് നമുക്ക് ലിവിങ് ഏരിയയിൽ ചെയ്ത പോലെ തന്നെ ടൈൽസും കാര്യങ്ങളും യൂസ് ചെയ്താണ് കംപ്ലീറ്റ് ആക്കി തീർത്തിട്ടുള്ളത്. AC പോയിൻറ്റും കാര്യങ്ങളൊക്കെ ഇവിടെ ഓൾറെഡി ഉൾപ്പെടുത്തിക്കൊണ്ട് തന്നെയാണ് ഈ ഒരു റൂമിൻ്റെ പണിയെല്ലാം തീർത്തിരിക്കുന്നത്. ബാത്ത് അറ്റാച്ച്ഡ് ആയിട്ടുള്ള ഒരു ബെഡ്റൂം തന്നെയാണ് നമുക്ക് വരുന്നത്. അപ്പോൾ ഈ കാണുന്നതാണ് ഈ ഒരു റൂമിൻ്റെ ബാത്ത് അറ്റാച്ച്ഡ് ആയിട്ടുള്ള ഒരു ബാത്റൂം എന്ന് പറയുമ്പോഴത്തേക്കും നല്ല ക്വാളിറ്റി ഫിറ്റിങ്സ് തന്നെയാണ് ബാത്റൂം ഫിറ്റിങ്സ് ആയിട്ടെല്ലാം യൂസ് ആക്കിയിട്ടുള്ളത്. അപ്പോൾ ഇനി നമുക്ക് നേരെ വീടിൻ്റെ ഫസ്റ്റ് ഫ്ലോറിലോട്ട് പോകാം. ഫസ്റ്റ് ഫ്ലോറിൽ പോകാൻ യൂസ് ചെയ്യുന്ന ഹാൻഡിൽസിൻ്റെ തൊട്ട് സൈഡിലായിട്ട് നമുക്ക് സ്പേസും കാര്യങ്ങളും വരുന്നുണ്ട്. ഇൻവെർട്ടറും കാര്യങ്ങളും വയ്ക്കാനുള്ള സ്പേസ് അതിനുള്ള പോയിൻറ്റും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നല്ലൊരു സ്പേസ് ആയിട്ടുള്ള സ്ഥലം നമുക്കിവിടെ ഈ ഒരു ഭാഗത്തും വരുന്നുണ്ട്. അപ്പോൾ ഇനി നമുക്ക് നേരെ വീടിൻ്റെ ഫസ്റ്റ് ഫ്ലോറിലോട്ട് പോകാം. ഫസ്റ്റ് ഫ്ലോറിലോട്ട് പോകാൻ യൂസ് ചെയ്യുന്ന ഹാൻഡിൽസ് എല്ലാം തന്നെ നമുക്ക് സ്റ്റീലിലാണ് നമുക്ക് ചെയ്തേക്കുന്നത്. അതുപോലെ തന്നെ ഗ്ലാസിൻ്റെ വർക്ക് നമുക്കിവിടെ വരുന്നുണ്ട്. വിശാലമേറിയ സ്റ്റെപ്പും കാര്യങ്ങളും തന്നെയാണ് ഈ ഒരു ഭാഗത്ത് നമുക്ക് ചെയ്തേക്കുന്നത്.
അപ്പോൾ നേരെ നമുക്ക് സ്റ്റെപ്പ് കയറി മുകളിലോട്ട് എത്തുമ്പോഴത്തേക്കും ഫസ്റ്റ് ഫ്ലോറിലെ ഹാളിലാണ് നമ്മൾ എത്തുന്നത്. അപ്പോൾ ഈ കാണുന്നതാണ് ഫസ്റ്റ് ഫ്ലോറിലത്തെ മെയിൻ ഹാളായിട്ട് നമുക്ക് എടുക്കാൻ പറ്റുന്ന ഒരു എൽ ഷേപ്പ് ഡിസൈൻ വരുന്ന മെയിൻ ഹാൾ നമുക്ക് ഫസ്റ്റ് ഫ്ലോറിൽ തന്നെ ഉണ്ട്. 14x12 ഡയമെൻഷനാണ് നമുക്ക് ഫസ്റ്റ് ഫ്ലോറിലെ ഒരു ലിവിങ് ഏരിയ ആയിട്ട് നമുക്ക് എടുത്തിട്ടുള്ളത്. ഫസ്റ്റ് ഫ്ലോറിൽ നമുക്ക് ഇനി 2 ബെഡ്റൂമാണ് വരുന്നത്. അപ്പോൾ ഈ കാണുന്നതാണ് വീടിൻ്റെ ഫസ്റ്റ് ഫ്ലോറിലത്തെ ആദ്യത്തെ ബെഡ്റൂം. 12x12 ഡയമെൻഷൻ നമുക്ക് ഈ റൂം സൈസിന് വരുന്നുണ്ട്. നമുക്ക് താഴെ ഗ്രൗണ്ട് ഫ്ലോറിൽ കണ്ടതുപോലെ തന്നെയുള്ള റൂം സൈസ് തന്നെയാണ് ഇവിടെ വരുന്നത്. ഫ്ലോറിംഗ് എല്ലാം തന്നെ ക്വാളിറ്റി ടൈൽസും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്താണ് കംപ്ലീറ്റ് ആയി തീർത്തിട്ടുള്ളത്. ഇവിടെ നമുക്ക് AC പോയിന്റും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ബാത്ത് അറ്റാച്ച്ഡ് ആയിട്ടുള്ള ഒരു ബെഡ്റൂം തന്നെയാണ് നമുക്ക് ഇവിടെ വരുന്നത്. അപ്പോൾ ഈ കാണുന്നതാണ് വീടിൻ്റെ ഈ ഒരു ബെഡ്റൂമിലെ അറ്റാച്ച്ഡ് ബാത്റൂം എന്ന് പറയുമ്പോഴത്തേക്കും നല്ല ക്വാളിറ്റി ഫിറ്റിങ്സ് ഉൾപ്പെടെ നമുക്ക് കംപ്ലീറ്റ് ആയി തീർത്തിട്ടുള്ള ബാത്റൂം തന്നെയാണ് നമുക്കിവിടെ വരുന്നത്. അപ്പോൾ ഈ ഒരു ബെഡ്റൂമിൻ്റെ സൈഡിലായിട്ട് തന്നെ നമുക്കൊരു ചെറിയ വാഷ് കൗണ്ടർ ഏരിയ നമുക്കിവിടെ വരുന്നുണ്ട്. സെറയുടെ നല്ല ക്വാളിറ്റി ഫിറ്റിങ്സ് യൂസ് ചെയ്ത് കംപ്ലീറ്റ് ആയി തീർത്തിട്ടുള്ള ഒരു വാഷ് ബേസിൻ കൗണ്ടറാണ്. അപ്പോൾ വീടിൻ്റെ ലാസ്റ്റ് ബെഡ്റൂമിലോട്ട് നമുക്ക് പോവാം. ഈ കാണുന്നതാണ് വീടിൻ്റെ ലാസ്റ്റ് ബെഡ്റൂം എന്ന് പറയുമ്പോഴത്തേക്കും ഫ്ലോറിംഗ് എല്ലാം തന്നെ നല്ല ക്വാളിറ്റി ടൈൽസ് തന്നെയാണ് യൂസ് ചെയ്തിരിക്കുന്നത്. നമ്മുടെ ഡ്രസ്സിംഗ് മിറർ ഉൾപ്പെടെ നമുക്കിവിടെ വരുന്നുണ്ട്. 12x12 ഡയമെൻഷൻ തന്നെയാണ് റൂം സൈസായിട്ട് വരുന്നത്. ബാത്ത് അറ്റാച്ച് ആയിട്ടുള്ള ഒരു ബെഡ്റൂം തന്നെയാണ് നമുക്കിവിടെ വരുന്നത്. നല്ല വലിയ വിശാലമേറിയൊരു ബാത്റൂം സൈസ് നമുക്ക് ഈ ഒരു റൂമിൽ കിട്ടുന്നുണ്ട്. നല്ല ക്വാളിറ്റി ഫിറ്റിങ്സ് തന്നെയാണ് ബാത്റൂം ഫിറ്റിങ്സ് ആയിട്ട് കംപ്ലീറ്റ് ആയിട്ട് യൂസ് ചെയ്തിരിക്കുന്നത്. ടൈൽസും കാര്യങ്ങളൊക്കെ നമുക്ക് കൊടുത്തുകൊണ്ട് കംപ്ലീറ്റ് ആക്കി വരുന്ന ഒരു ബാത്റൂം തന്നെയാണ്. അത്യാവശ്യം നല്ല വിശാലമേറിയ സ്പേസ് ഈ ഒരു ബാത്റൂമിൽ വരുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ബെഡ്റൂമിനോട് ചേർന്ന് തന്നെയാണ് നമുക്ക് ബാൽക്കണി നമുക്ക് വരുന്നത്. അപ്പോൾ ഈ കാണുന്നതാണ് വീടിൻ്റെ ബാൽക്കണി. 8x8 ഡയമെൻഷനായിട്ട് വരുന്ന നല്ല അടിപൊളിയായിട്ടുള്ള ഒരു ബാൽക്കണി സ്ക്വയർ രീതിയിൽ തന്നെ നമുക്കിവിടെ കിട്ടുന്നുണ്ട്. ഹാൻഡിൽസ് എല്ലാം തന്നെ നമുക്ക് സ്റ്റീലും അതുപോലെ തന്നെ ഗ്ലാസ്സുമാണ് നമുക്ക് ഡെക്കറേഷനായിട്ട് വന്നേക്കുന്നത്. സ്റ്റോറേജ് സ്പേസ് പോലെ നമുക്ക് വന്നിരിക്കുന്ന ഒരു ഏരിയ ആണ്. അപ്പോൾ ഇതിനകത്ത് നമുക്ക് എന്തെങ്കിലും ഡെക്കർ ഐറ്റംസും കാര്യങ്ങളൊക്കെ കീപ്പ് ചെയ്ത് സൂക്ഷിക്കാൻ വേണ്ടി പറ്റുന്ന 2 ഡോർ ഡബിൾ ഡോർ വരുന്ന 2 ലെയറിലുള്ള ഒരു ലെങ്തി ആയിട്ട് വരുന്ന ഒരു സ്റ്റോറേജ് സ്പേസ് നമുക്ക് ഈ ഭാഗത്ത് കിട്ടുന്നുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ ഈ വീടിൻ്റെ മെയിനായിട്ട് വരുന്ന ബാൽക്കണിയുടെ വിശേഷങ്ങളെന്ന് പറയുമ്പോഴത്തേക്കും. അപ്പോൾ വീടിന് ഞാൻ പറഞ്ഞതുപോലെ തന്നെ 3.5 സെൻറ്റ് സ്ഥലത്ത് 1650 സ്ക്വയർ ഫീറ്റിൽ നമുക്ക് 3 ബെഡ്റൂമാണ് നമുക്കിവിടെ ഈ വീടിന് ചെയ്തേക്കുന്നത്. അപ്പോൾ നമ്മുടെ ഈ ഒരു മനോഹരമായ വീട് നമുക്ക് കംപ്ലീറ്റ് ആയി തീർത്തേക്കുന്നത് നമുക്ക് സിറ്റിയുടെ ഹൃദയഭാഗത്താണ്. നമുക്ക് മെഡിക്കൽ കോളേജിൽ നിന്ന് വെറും 1.25 കിലോമീറ്റർ മാത്രം മാറി വരുന്ന അടിപൊളിയായിട്ടുള്ള ഒരു ഏരിയയിലാണ്. ഉള്ളൂർ എന്നുള്ള സ്ഥലത്താണ് നമുക്ക് ഈ ഒരു പ്രോപ്പർട്ടി കംപ്ലീറ്റ് ആക്കി തീർത്തിട്ടുള്ളത്. കേശവസ്വരം ഉള്ളൂർ പോകുന്ന മെയിൻ റോഡിൻ്റെ അവിടെ നിന്ന് നമുക്കൊരു 350 മീറ്റർ മാത്രം മാറി വരുന്ന അടിപൊളിയായിട്ടുള്ളൊരു വീടാണ്. MC റോഡിൽ നിന്ന് ഒരു 600 മീറ്റർ മാത്രമേ നമുക്ക് ഡിസ്റ്റൻസ് വരുന്നുള്ളൂ. അപ്പോൾ അത്രയും നല്ല പ്രൈം ലൊക്കേഷനിലാണ് ഈ ഒരു വീട് കംപ്ലീറ്റ് ആക്കി തീർത്തിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ ഈ ഒരു പ്രൈം ലൊക്കേഷനിൽ വരുന്ന ഈ ഒരു മനോഹരമായ വീടിൻ്റെ ആസ്കിംഗ് പ്രൈസ് നമുക്ക് നേരത്തെ പറഞ്ഞ പോലെ ഈ ഒരു വീട് നമുക്ക് റെഡി ടു മൂവ് ഓൺ ആണ്. നമുക്ക് ഇതിൻ്റെ ആസ്കിംഗ് പ്രൈസ് എന്ന് പറയുമ്പോഴത്തേക്കും 85 lakhs ആണ്, 85 ലക്ഷമാണ്. നമുക്ക് തികച്ചും നെഗോഷ്യബിൾ തന്നെയാണ് ഈ ഒരു പ്രൈസ് എന്ന് പറയുമ്പോഴത്തേക്കും. അപ്പോൾ ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് അറിയാനായിട്ട് ലൊക്കേഷൻ ഡീറ്റെയിൽസ് അറിയാനായിട്ട് ഈ കാണുന്ന നമ്പറിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്ത നമ്പറിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നത്, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. കൂടെ തന്നെ ബെല്ലൈക്കണും കൂടെ എനേബിൾ ചെയ്യുക. അപ്പോൾ നമ്മുടെ ഈ ഒരു മനോഹരമായ വീടുകളൊക്കെ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ ആഗ്രഹമുണ്ടെങ്കിൽ ഹോം ലോൺസ് എന്തെങ്കിലും ആവശ്യമാണെങ്കിൽ ഞങ്ങൾ തന്നെ കസ്റ്റമേഴ്സിന് അറേഞ്ച് ചെയ്ത് നൽകി കൊടുക്കുന്നതാണ്.